നമുക്കറിയാവുന്നതുപോലെ കേൾക്കപ്പെടാത്ത പ്രാർത്ഥന അതെപ്പോഴും സമർപ്പണത്തിനുള്ളതാണ്. ദൈവം തൻ്റെ സ്വന്തമാക്കിയവരോടാണ് എപ്പോഴും സ്വാതന്ത്ര്യം കാണിക്കുന്നത്. ബാക്കിയുള്ളവർക്കെല്ലാം ചോദിക്കുമ്പോൾ എന്താണോ അവർ ചോദിക്കുന്നത് അത് അപ്പോൾ തന്നെ കൊടുക്കും. ധൂർത്തപുത്രൻ്റെ ഉപമ നമ്മൾ പുതിയ നിയമത്തിൽ ലൂക്കാസ് സുവിശേഷത്തിൽ വായിക്കുന്നത് ഇപ്രകാരമാണ്. നമ്മളത് വായിക്കുമ്പോൾ കൂട്ടത്തിൽ നമ്മൾ മൂത്തപുത്രൻ പരിഭവിച്ച് പുറത്തു നിൽക്കുന്നൊരു ഭാഗം നമ്മൾ ചേർത്ത് വായിക്കുന്നുണ്ട്. അവിടെ പിതാവ് ഇങ്ങനെ കെറിവിച്ച് നിൽക്കുന്ന മകൻ്റെ അടുത്ത് വന്ന് പറയുന്ന ഒരു വാക്ക് ഇപ്രകാരമാണ്. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 31-ാം തിരുവചനം. വചനം ഇപ്രകാരമാണ്: മകൻ ദൈവം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരോട് ദൈവം കാണിക്കുന്ന വലിയൊരു സ്വാതന്ത്ര്യമുണ്ട്. നിന്നെ ഞാൻ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു. അതാണ് കുരിശിൻ്റെ മഹത്വത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. യോഹന്നാൻ 17:10. നമ്മളൊക്കെ പലപ്പോഴും മാനുഷികമായിട്ട് പലരും ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ടും പ്രതികൂലമായ ഒരു റിസൾട്ട് വരുമ്പോൾ ഈ പ്രാർത്ഥനയൊക്കെ എവിടെ പോയി എന്ന് അതിനുള്ള ഉത്തരം നമുക്ക് പറഞ്ഞു തരുന്നത് വിശുദ്ധ പൗലോസ് അപ്പോസ്തലനാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാം ലേഖനത്തിൽ 13-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: നമ്മുടെ ഓരോ ഉരുത്തിരിയുന്ന പ്രാർത്ഥനകളുടെ പിന്നിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന വിശ്വാസമുണ്ട്, പ്രത്യാശയുണ്ട്, ദൈവസ്നേഹമുണ്ട്. ഈ ദൈവിക പുണ്യങ്ങൾ നമ്മുടെ ആത്മാവിനോട് കൂടിയിട്ടാണ് വസിക്കുന്നത്. അത് നിത്യതയോളം നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഓരോരോ പ്രാർത്ഥനയ്ക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓരോരോ വിശ്വാസ പ്രവർത്തനങ്ങൾക്കും പ്രത്യാശയുടെ ഫലങ്ങൾക്കും ദൈവ സ്നേഹത്തിൻ്റെ പുണ്യത്തിനുമെല്ലാം വലിയ വലിയ പ്രതിഫലമാണ് നമുക്ക് സ്വർഗത്തിൽ ലഭിക്കാനിരിക്കുന്നത്. അതാണ് നമ്മൾ ഭൂമിയിൽ നിക്ഷേപം കരുതി വെക്കരുത് എന്നുള്ള ആ ഒരു വചനത്തിലൂടെ ദൈവപിതാവ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മുടെ വിഷയങ്ങൾ, നമ്മുടെ ഭൗതികമായ വിഷയങ്ങൾ, ആനുകൂല്യങ്ങൾ പ്രാർത്ഥനയിലൂടെ നമുക്ക് നൽകപ്പെടാതിരിക്കുമ്പോൾ ദൈവം ഉദ്ദേശിക്കുന്നത് അത് കൃപയായി സ്വർഗത്തിൽ നിക്ഷേപമായി നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ പറഞ്ഞത് ഇപ്രകാരമാണ്: സഹരക്ഷകയായ ദൈവമാതാവിനോട് ചേർന്ന് നിന്നുകൊണ്ടാണ് കൃപാസനം ശുശ്രൂഷകർ ഈ വലിയ മിഷൻ വേല ചെയ്യുന്നത് എന്ന്. പ്രാർത്ഥനകൾ കേൾക്കപ്പെടാതെ വരുമ്പോൾ ഇത് ദൈവപിതാവിന് നമ്മളെ തന്നെ സമർപ്പിക്കാനുള്ളൊരു വലിയ സമയമാണെന്ന് വെളിപ്പെടുത്തി കിട്ടുന്നതാണ് ഒരു ദൈവവൈതലിൻ്റെ വലിയൊരു വിജയം എന്ന് പറയുന്നത്. നമ്മൾ വിശകലനത്തിനായി എടുക്കുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒന്ന് മാത്രമാണ്: നമ്മുടെ ജീവിതത്തിലെ കേൾക്കപ്പെടാത്ത പ്രാർത്ഥനകളെല്ലാം അത് സമർപ്പണത്തിൻ്റെ വിഷയമാണ്. അത് നിങ്ങൾക്ക് സ്വർഗീയ നിക്ഷേപമാണ്. കേൾക്കപ്പെടാത്ത പ്രാർത്ഥനകളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന വിശ്വാസവും പ്രത്യാശയും ദൈവസ്നേഹവും എല്ലാം എന്നും നിലനിൽക്കുന്നതാണ്. അത് നിത്യതയോളം നമ്മുടെ ആത്മാവിന് കൂട്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ നാളിതുവരെ ദൈവം നമ്മളെ സ്വന്തമാക്കിയതിന് നമുക്ക് നന്ദി പറയാം. നമ്മൾ പല വിഷയങ്ങളുമൊക്കെ നമ്മുടെയൊക്കെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾക്കൊത്ത് പ്രാർത്ഥിച്ചപ്പോൾ ദൈവപിതാവ് നമ്മുടെ മഹത്വത്തെ പ്രതി, നമുക്ക് ലഭിക്കാനിരിക്കുന്ന മഹത്വത്തെ പ്രതി അത് അനുവദിച്ച് തരാതിരുന്നതിന് നമുക്ക് നന്ദി പറയാം. കാരണം അതിലൂടെ നമ്മുടെ വലിയ മഹത്വമാണ് അവിടെ നിന്ന് ലക്ഷ്യം വെച്ചത്.